ഞാനേ ഇന്നൊരു ചെറിയ വലിയ കാര്യം പറയാവേ. ഒട്ടും സ്ക്രിപ്റ്റഡ് അല്ല കേട്ടോ, പെട്ടെന്ന് പറയാൻ തോന്നിയോണ്ട് പെട്ടെന്ന് ഇങ്ങനെ പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ആക്ച്വലി 2025 ബിഗിനിങ് ജനുവരിയിൽ തന്നെ ഞാൻ ഹസ്ബൻഡ് വാവച്ചിയെ ആയിട്ട് എറണാകുളം കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ആകുമായിരുന്നു. അപ്പോൾ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ തുടർച്ചയോളം ഞാൻ ആഴ്ച 2 ദിവസമെങ്കിലും വീട്ടിൽ തിരിച്ചു പോകുമായിരുന്നു. വീക്ക് ഡേയ്സിലും സാറ്റർഡേ സൺഡേ ഹസ്ബൻഡ് ലീവാണെന്ന് പറഞ്ഞാൽ ഫ്രൈഡേ നൈറ്റ് തന്നെ ഞാൻ പ്ലാൻ ചെയ്യുമായിരുന്നു വീട്ടിലേക്ക് പോകാൻ. കുറേ നാളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ അമ്മയുടെ അടുത്ത് ആവശ്യപ്പെട്ടു. അമ്മ, എൻ്റെ മദർ ഇൻ ലോ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു, അമ്മ ഒന്നെങ്കിൽ അമ്മ അവിടെ വന്ന് നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് പോരുവാണ്, എനിക്ക് ഇനി ഒറ്റയ്ക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം അമ്മ വളരെ ശാന്തമായിട്ട് എൻ്റെ അടുത്തൊരു മറുപടി തന്നാണ്, അത് നിന്റെ ഇഷ്ടം, നിനക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഇങ്ങി പോരാം, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരുന്ന കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ചിന്തിക്കാം. പക്ഷെ അതിന് മുമ്പേ ഒരു കാര്യമുണ്ട് മോനെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാണ്, ഇപ്പം നീ അവിടെ താമസിക്കുമ്പോൾ നിനക്ക് ഒന്ന് പുറത്ത് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം ഹസ്ബൻഡിൻ്റെ അല്ലെ വാവച്ചിനെയും കൊണ്ട് ഒന്ന് പുറത്ത് പോകണമെങ്കിൽ പുറകിൽ നിന്നൊന്നും ചിന്തിക്കണ്ട. അച്ഛനുള്ള കടുങ്കാപ്പി, അമ്മയ്ക്കുള്ള ഫുഡോ അല്ലെ ഇതൊന്നും ചിന്തിക്കണ്ട. നിനക്ക് നിൻ്റെതായ കാര്യങ്ങൾ ഒതുക്കി വെച്ചിട്ട് നിനക്ക് പുറത്ത് പോകാം. അതുപോലെ തന്നെ വാവിനെ നഴ്സറി വിട്ടിട്ട് ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയതിനു ശേഷം നിനക്ക് മാത്രമുള്ള സമയം നീ അത് ഒറ്റയ്ക്ക് ഇരുന്ന് ടെൻഷൻ അടിച്ച് തീർക്കണോ, അതോ വേറെ രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യണോ, അത് നിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണെന്ന് പറഞ്ഞു. ഒന്ന് ചിന്തിക്കാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ ആദ്യമൊക്കെ അത് കേട്ടിട്ട് വീട്ടിൽ വന്നിട്ട് അമ്മയ്ക്ക് എൻ്റെ ഒപ്പം നിൽക്കാൻ താല്പര്യമില്ല എന്നൊക്കെ ഞാൻ നെഗറ്റീവ് വേയിൽ അതെടുത്തു. പക്ഷെ പെട്ടെന്ന് ഈ യൂട്യൂബിൽ ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇടുന്ന അന്ന് ഞാൻ ഇതുപോലെ തന്നെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഉച്ച സമയം പാസ് ആകാതെ ഞാൻ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാനിങ്ങനെ ആലോചിച്ചേ, ഇപ്പം ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് വെറുതെ കളയുന്ന ഈ സമയം ഒരു സ്റ്റെപ്പ് എടുക്കാം. ആ സമയത്ത് വീഡിയോ എടുക്കാനാണെങ്കിൽ പോലും എന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യാനില്ല. ഓക്കെ, ഒറ്റയ്ക്കുള്ള ഒരു സമയം എനിക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്ന് എനിക്ക് പിന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ ഞാനത് പ്രാക്ടീസിലാക്കി. അതായത് വാവച്ച് രാവിലെ പോയതിന് ശേഷം അല്ലെ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയതിന് ശേഷം എനിക്കുള്ള ഒറ്റയ്ക്കുള്ള സമയം സെൽഫ് പാമ്പറിങ്ങിനായാലും സെൽഫ് കെയർ ആയാലും അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുക്കാനായാലും ഓക്കെ, എനിക്ക് കിട്ടുന്ന ആ ഒരു സമയം എന്ന് വെച്ചാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കിത് പിന്നീടാണ് മനസ്സിലായി തുടങ്ങിയത്. ചില ദിവസങ്ങളിൽ ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊന്നും ഉണ്ടാക്കാറില്ലായിരുന്നു. ഒറ്റയ്ക്കല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഫുഡ് കഴിക്കാറില്ല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആകുമ്പോൾ എപ്പോഴും ബിസിയാണല്ലോ, ആ ഒരു ലൈഫ് മൈൻഡായിരുന്നു എനിക്ക്. പക്ഷെ അമ്മ അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ ഈ ഒറ്റയ്ക്കുള്ള ഒരു സമയമില്ലേ, ഈ ഒരു സമയമാണ് സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ, നമുക്ക് നമ്മുടെ കഴിവിനെ പുറത്ത് കൊണ്ടുപോകാൻ, അത് അറിയാൻ പറ്റുന്ന ആ ഒരു സമയം. അപ്പോൾ ഈ വീട്ടിലിരുന്ന് ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്നവരില്ലേ, അവർക്ക് വേണ്ടി ഈ ഒരു ഒറ്റയ്ക്ക് കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ.